ഈ ഗ്രന്ഥം തന്നെ മതിയെന്ന് ഇവരെ പൊളിച്ചടുക്കാൻ. ആ സമൂസ കഴിക്കുമ്പോൾ മൂസാ നബിയുടെ കല്ലും തുണിയും അണ്ടിവീക്കവും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഇപ്പോ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2767 ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി അബൂ ബുർദ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഒരു പർവ്വതം പോലെ കനത്ത പാപങ്ങൾ ചെയ്ത ആളുകൾ വരും. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് പകരം യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും സ്ഥാപിക്കുകയും ചെയ്യും. മനസ്സിലായോ? കാക്കാമാര് ചെയ്യുന്ന തെമ്മാടിത്തങ്ങൾക്കൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ക്രിസ്ത്യാനികളും ജൂതന്മാരും അനുഭവിച്ചോളാൻ. പടച്ചോൻ അങ്ങനെ അനുഭവിച്ചു കൊടുക്കും. ഈ പടച്ചോൻ നീതിമാനാണ് എന്നത് മാത്രമാണ് കേട്ടോ ആകെയുള്ള ഒരു ട്രോള്. അപ്പോ അദ്ദേഹം പറയാണ്, അബൂ റൗബ് മറ്റൊരു സഹാബിയാണ്, ആർക്കാണ് സംശയമുള്ളത് എന്ന് എനിക്കറിയില്ല. അബൂ ബുർദ പറയാണ്, ഞാനത് ഉമറിനോട് പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതനിൽ നിന്ന് ഇത് നിങ്ങൾക്ക് വിവരിച്ച് തന്നത് നിങ്ങളുടെ വാപ്പയാണോ? അതെ. അപ്പൊ ഈ പറഞ്ഞതെല്ലാം മനുഷ്യ വിഭജനവും വിവേചനവും അനീതിയും ക്രൂരതയുമാണോ അല്ലേ? അപ്പൊ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്താ? തന്റെ തെറ്റുകൾ, തന്റെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെച്ച് രക്ഷപ്പെടാനോ? ഇവന്മാര് ചെയ്യുന്നതെല്ലാം ഇവരെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കി. ഇവർ പറയും ജാതീയമായിട്ട് മറ്റുള്ളവർക്കിടയിൽ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ പറയും. മാനവ വിരുദ്ധതയാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ. ഇനി ഒരാൾ ചത്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന വലിയ നീതി നിഷേധമുണ്ട് അവിടെ. ഭയങ്കരമായ ശിക്ഷകളൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, നമ്മളെ അനുഭവിപ്പിക്കും. ഖബർ ശിക്ഷ. ഒരു മനുഷ്യന് 3 ജീവിതമാണ് ഈ ലോകത്തെ ജീവിതം. അതാണ് ഹയാത്തു ദുനിയ, ദുനിയാവിലെ ജീവിതം. 2 ബർസഖിയായ ജീവിതം, ഖബറിലെ ജീവിതം. 3 ആഖിർ, പരലോകത്തെ ജീവിതം. അങ്ങനെ 3 ജീവിതമുണ്ട്. അപ്പൊ എന്നിട്ട് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിക്കും, അത്രേ, മയ്യത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അയാളെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ഒരു മലക്കുണ്ട്. ആ മലക്കാണ് എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് ഓരോന്ന് ചോദിക്കുന്നത്. ചൂണ്ടുവിരൽ പേനയും ഉമിനീരു മഷിയുമാക്കി കഫം പുട എന്ന കഫം പുടവ ഉണ്ട്, അതായത് മയ്യത്ത് തൂക്കൂല, പൊതിയത്തില്ല ആ തുണി, ആ കടലാസിൽ നമ്മുടെ ജീവിത വിവരണം എഴുതിപ്പിക്കുമെന്ന്. അയ്യോ, അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊക്കെ എന്തോന്ന് ചെയ്യുവോടെ? തന്നെയുമല്ല, തമിഴിൽ എഴുതും, ബ്രിട്ടീഷുകാരനായിട്ടുള്ള മുസ്ലിം ഇംഗ്ലീഷിൽ എഴുതും, പാകിസ്ഥാനികൾ ഹിന്ദിയിൽ എഴുതും, നമ്മൾ മലയാളത്തിൽ എഴുതും. പടച്ചോൻ ഇതെല്ലാ ഭാഷയും അറിയാം. പടച്ചോനാകെ അറബി മാത്രമേ അറിയത്തുള്ളൂ. എന്തോ എല്ലാം കൊണ്ടും പ്രശ്നം തന്നെയാണ്. പടച്ചോന്റെ മലക്കുകൾക്കാണെങ്കിലും അറബി മാത്രമേ വശമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ശരിയെന്നാ. ഇങ്ങനെ നമ്മൾ ചെയ്തതെല്ലാം ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടാവുമോ? അത് ഓർത്ത് വെക്കേണ്ടത് പടച്ചോന്റെ ബാധ്യതയില്ല. കാരണം പിന്നെ ചോദിച്ച് നമ്മളെ ഇങ്ങനെ നീട്ടണ്ടേ. എന്നിട്ട് മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരും. ഭീകരമായ വിവരണങ്ങളാണ് കേട്ടോ അവരെ കുറിച്ച് ഹദീസുകളിൽ പറയുന്നത്. ഇസ്ലാമിക സാഹിത്യങ്ങളിൽ, ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലുമൊക്കെ ലക്ഷക്കണക്കിന് പ്രഭാഷണങ്ങളുണ്ട് ഈ വിഷയത്തെയൊക്കെ സംബന്ധിച്ചിട്ട്. ഖബറിൽ തന്നെയാണോ പോണേ നേരത്തിൽ, ആരെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ വിവരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ നേരത്തിൽ, എന്തായാലും അവരുടെ കയ്യിൽ 2 ദണ്ടുകളുണ്ട് കേട്ടോ, അട്ടിച്ച് തല പൊളിക്കാനേ. എന്നിട്ട് ഇവർ പറയും ഇവിടെ ശിക്ഷക്, ദണ്ട്, പ്രമുഖ, ഇതൊക്കെ RSSനാണുള്ളത് എന്ന്. നമ്മുടെ അടുത്ത് ഇതൊക്കെ ഉണ്ട് ഇവർക്ക് അറിയില്ലേ? ഇരുമ്പ് ദണ്ട് കൊണ്ട് പർവ്വതങ്ങളെ അട്ടിച്ചാൽ അത് തകർന്നു പോകും. അപ്പൊ പിന്നെ നമ്മുടെ ഈ പരട്ട തലയുടെ കാര്യം പറയാനുണ്ടോ? എന്തിനാണിത്? മൃതശരീരത്തിന്റെ തലയിലടിക്കാനാ? നമ്മൾ ഖബറിലല്ലേ ഖബറിനകത്ത് വന്നിട്ട് നമ്മളെ ഇങ്ങനെ പിടിച്ച് പൊക്കി ഇരുത്തിയിട്ട്, ഈ കഴുത്തൊക്കെ കെട്ടാണല്ലോ, തുണിയോടുകൂടി പൊതിഞ്ഞ് കെട്ടിയേക്കല്ലോ, ആ കെട്ട അഴിച്ചിട്ടാണ് തലയടിച്ച് പൊളിക്കുന്നത്. പടച്ചോന് എന്ത് രൂപത്തിലുള്ള സന്തോഷമാണ് നമുക്ക് ഇതിനകത്തൂടൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ വിശ്വാസിയായിരുന്ന സമയത്തും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഷംസുദ്ദീന് തലയ്ക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ, ഓളമല്ലെങ്കിൽ ഞാൻ ഈ പറയണത് ശരിയാണോ നോക്കണം. നീ ചത്തു കഴിഞ്ഞ് നിന്നെ പൊതിഞ്ഞ് ഖബറിനകത്ത് കൊണ്ടുവച്ച് കഴിയുമ്പോൾ പടച്ചോന്റെ മലക്ക് വന്നിട്ട് ആ മണ്ണൊക്കെ മാന്തി നിന്നെ എടുത്ത് ചാരി എടുത്തിട്ട് തലയടിച്ച് പൊട്ടിക്കുക. ആ സമയത്ത് ആ മയ്യത്തിന്റെ തലയിൽ അല്ല ദേഹത്തൊരു ഈച്ച വന്നിരുന്നാൽ പോലും ഭയങ്കരമായിട്ടൊരു ആന ചവിട്ടിയതുപോലെയുള്ള വേദനയാണ് അത്ര ഉണ്ടാകുക. അയ്യോ, സയൻസ് ഒക്കെ തോറ്റുപോയി കേട്ടോ. ചത്ത് അപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള വേദന എന്തായിരിക്കും അല്ലേ? ഇങ്ങനെ മനുഷ്യനെ മെന്റൽ ടോർച്ചറിങ് ചെയ്തിട്ടാണ് ഈ മതത്തിനകത്ത് പിടിച്ചു നിർത്തുന്നത്. ഇനിയും
ഈ തല പൊളിക്കുന്നതിന് മുമ്പ് ഈ ഡെഡ് ബോഡിയോട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം നമ്മൾ ചത്തി കബറിലേക്ക് നമ്മളെ കൊണ്ട് വയ്ക്കുന്നതിന് മുമ്പേ ഉസ്താദ് ട്യൂഷൻ എടുത്തു തരും. ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു തരത്തില്ല, ചത്തു കഴിഞ്ഞാലേ പറയത്തുള്ളൂ. ഇതാ ജാഅക്കൽ മലക്കാരി, 2 മലക്കുകൾ നിന്റെ കബറിലേക്ക് വരുമടാ. അവർ സായിലാനി, ചോദ്യം ചോദിക്കുന്നവരാണ്. ശരിയെന്നാ. അവര് നിന്നോട് ചോദിക്കും മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്. ഫഖുൽ, അപ്പോൾ നീ അവരോട് പറയണം അല്ലാഹു റബ്ബി, റബ്ബി അല്ലാഹ് എന്നവരോട് പറയണം. ശരിയെന്ന്. ചത്തവനോടാണ്. ആരാണ് നിന്റെ നബി എന്ന് ചോദിക്കും. മൻ നബിയുക, അപ്പോൾ നീ പറയണം നബിയു മുഹമ്മദി, എന്റെ നബി മുഹമ്മദ് ആണ് എന്ന് പറയണം. മാ ഇമാമുക എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ ഇമാമു ഖുർആനി എന്ന് പറയണം. ജീവനുള്ളതിനാണ് മൻ, ജീവനില്ലാത്തതിന് മാ. അപ്പോ ഇതൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചത്തവനോട്. അയ്യോ, ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ല കേട്ടോ. മയ്യത്തിനെ ഉപദേശിക്കുക, മയ്യത്തിനെ എടുത്തിരുത്തി തല തല്ലി പൊളിക്കുക, എന്നിട്ട് മയ്യത്തിനോട് കുറേ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ മലയാളം പറഞ്ഞാൽ ടീച്ചർമാർ ശിക്ഷ നൽകത്തില്ലേ? അതുപോലെ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിക്കുമ്പോൾ എല്ലാവർക്കും അറബി ഭാഷ ഇങ്ങോട്ട് വരുമോ? നമ്മളിത് പറയുമ്പോൾ എല്ലാവരും അറബി തന്നെ പറയണ്ടേ? ആദ്യ ചോദ്യം മൻ റബ്ബുക, എന്നാണ് നിന്റെ റബ്ബാരാ. മൻ നബിയുക, നിന്റെ നബിയാരാ. മൻ ദീനുക, നിന്റെ മതമേതാ. മൻ ഇമാമുക, മാ ഇമാമുക, നിന്റെ ഇമാമ. ഇതൊക്കെ ചോദിക്കും. പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളിൽ ഉത്തരം പറയാൻ കഴിയത്തില്ലെങ്കിൽ ആ ഇരുമ്പ് ദണ്ട് കൊണ്ട് തല പൊളിക്കും. പിന്നെ അല്ലാഹു പറയും കുൻ, പിന്നീട് പൊളിഞ്ഞ തലയെല്ലാം ഇങ്ങനെ പിന്നീട് രൂപപ്പെടും. നമ്മളിൽ ആനിമേഷനൊക്കെ കാണുന്നത് പോലെ. അടുത്ത പൊളിക്കണ്ടേ? ഇതൊന്ന് കൂടി വന്നാലല്ലേ വീണ്ടും അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. ഇത് പടച്ചോനൊരു കലാപരിപാടിയാണ്. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പടച്ചോനൊരു സന്തോഷം കിട്ടുന്നുണ്ടാകും. ചിലരങ്ങനെയാ ഇല്ലേ? നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി മുകളിൽ കൊണ്ടുപോയിട്ട് വളരെ പ്രയാസപ്പെട്ട് മുകളിൽ കൊണ്ടുപോയിട്ട് തള്ളി താഴെ ഇടുമ്പോഴത്തേക്കും ഒരു സുഖം കിട്ടാറില്ല. ഞങ്ങളൊക്കെ പണ്ട് അന്ന് അല്ല സിനിമയുടെ പോസ്റ്ററുകളൊക്കെ ജീപ്പിനകത്ത് അനൗൺസ്മെന്റ് ചെയ്തിട്ടല്ലേ വരിക. അപ്പം ഞങ്ങൾ കുറേ ഇന്റീരിയർ ഏരിയയിലാണ്. അപ്പൊ ജീപ്പിൽ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നല്ല കളർ കടലാസുകൾ, ഇന്ന സിനിമ ഇറങ്ങുന്നുണ്ട്, ഇന്ന സിനിമ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരിക. ഈ വണ്ടിയുടെ പുറകെ പട്ടി ഓടുന്നത് പോലെ ഓടും ഈ നോട്ടീസുകൾ എത്ര പറക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും ഇഷ്ടം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടുന്നതിനനുസരിച്ചിട്ട് വണ്ടിക്കകത്ത് ഇങ്ങനെ നോട്ടീസുകൾ പറക്കി തന്നുകൊണ്ടേയിരിക്കും, ഇട്ട് തരും. ഞങ്ങൾ പിന്നെ ടൗണിൽ എത്തിക്കഴിയുമ്പം 5-6 കിലോമീറ്റർ ഓടി, ഇനി തിരിച്ച് പട്ടിയെ പോലെ നടന്നു വരണ്ടേ. അതുപോലെ പടച്ചോൻ ഇങ്ങനെ ഓരോരുത്തരുടെയും തല തല്ലിപ്പൊളിക്കുക, പിന്നീട് അത് റെഡിയാക്കുക, വീണ്ടും തല്ലിപ്പൊളിക്കുക, റെഡിയാക്കുക. എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടാകുമായിരിക്കും. എന്തായിരുന്നാലും മലക്കുകൾ വേറെയും ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. പടച്ചോൻ അതിനോട് ഒരു ചുമ്മാ ഒരു സുഖമായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. എന്തായിരുന്നാലും ഭാരതീയരെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരന്മാരാണ് എന്ന യാഥാർത്ഥ്യം നമുക്കിപ്പോൾ അറിയാം. പക്ഷെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ മാത്രമാണ് സഹോദരങ്ങൾ എന്ന ആശയത്തോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഒരിക്കലും മനുഷ്യനെ സഹോദര്യം പഠിപ്പിക്കാത്ത, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഒരാശയം. അതിൽ നിന്ന് ഇത്രയുമൊക്കെ വിവേചനങ്ങൾ പ്രതീക്ഷിക്കണം. ലോകാവസാനം വരെ മനുഷ്യന് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഈ ലോകത്തും പീഡനം, പരലോകം പറഞ്ഞ് പീഡിപ്പിക്കും. ജീവിച്ചിരിക്കുമ്പോഴും ചത്തു കഴിഞ്ഞാലും ഒരു സമാധാനവും തരുന്നില്ല. ഇരട്ടത്താപ്പുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പീഡനങ്ങളും ഈ സാഡിസ്റ്റ് ആയിട്ടുള്ള പടച്ചോൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് നീതിമാനായ പടച്ചറബിന്റെ ഫ്രസ്ട്രേഷൻസ് പടച്ചറബ് ഇറക്കി വെക്കുകയാണ്. പടച്ചോനിൽ വിശ്വസിക്കുന്ന ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് വളരെ പവിത്രമായ കാര്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നിങ്ങളുടെ കാരുണ്യവാനായ പടച്ചറബ് ഒരുക്കുന്ന സ്വർഗത്തിൽ മാർട്ടിൻ ലൂതർ കിങ്ങിന് സ്ഥാനമുണ്ടോ? പടച്ചവനുണ്ടാക്കിയ അടിമ വ്യവസ്ഥയെ ഇല്ലാതാക്കിയ മനുഷ്യനാണ്. ഇല്ല, ഒന്നും സമ്പാദിക്കാതെ മനുഷ്യന് സേവനങ്ങൾ മാത്രം ചെയ്ത് തൻ്റെതെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്ത ആളുകൾക്കാർക്കെങ്കിലും ഈ ലോകത്ത് പടച്ചോന്റെ സ്വർഗത്തിൽ സ്ഥാനമുണ്ടോ? തൻ്റെ സമ്പത്ത് മുഴുവനും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ
നന്മയ്ക്കു വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ രത്തൻ ടാറ്റയ്ക്ക് നിങ്ങളുടെ സ്വർഗത്തിൽ സ്ഥാനമുണ്ടോ? ആരെയും കൊന്നിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, രാജ്യത്തെ ഉറ്റുകൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സ്വർഗത്തിലുള്ളതാരാ? ഇതുപോലെയുള്ള നാറികളല്ലേ? അല്ലേ? ഒസാമ ബിൻ ലാദനെ പോലെയും, യഹിയ സിൻവാറിനെ പോലെയും, ഹസൻ നസ്രുള്ളയെ പോലെയും, സദ്ദാം ഹുസൈനെ പോലെയും ഒക്കെയുള്ള ആളുകൾ നരകത്തിലെ കൊടും ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികൾ ഇവരിങ്ങനെ വിവരിക്കുമ്പോൾ ഇത്തരം ആളുകൾക്ക് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ തലയെടുത്ത മമ്മതണ്ണനൊക്കെയുള്ള ചൊറുകം വേണ്ട. അല്ലാഹുവിന്റെ ഭവനമായിട്ടുള്ള നരകത്തിൽ കാത്തുവച്ചിരിക്കുന്ന ശിക്ഷാരീതികൾ, അതിന്റെ വർണ്ണനകൾ ഖുർആനിലും ഹദീസിലും ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലും മുഴുവനും കിടപ്പുണ്ട്. ആദ്യമായിട്ട് നരകത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു നടയടിയുണ്ട്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെല്ലാം അഗ്നിപർവ്വതം പോലെ പൊടിഞ്ഞു പോകും, പപ്പടം പോലെ പൊടിഞ്ഞു പോകും. അഗ്നിപർവ്വതം പോലെ ചിലപ്പോൾ ഇവരായിരിക്കും കേട്ടോ വിശ്വാസികൾ. ഈ പുസ്തകത്തിനകത്ത് എന്തുവാണെന്നേ ഉള്ളത് നമുക്ക് നോക്കാം. ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, മാവോ, പോൾ പോട്ട്, ചെഷസ്ക്യൂ, ചെങ്കിസ് ഖാൻ, ഗസ്നി, ഗോറി, തൈമൂർ, ലോകത്തെ നടുക്കിയ അതിക്രൂരമായിട്ട് മനുഷ്യന്മാരെ ഹത്യ ചെയ്തിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഇടം പിടിച്ച മനുഷ്യന്റെ മാംസമീർച്ചവാൾ കൊണ്ട് ഈർന്നെടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ ശത്രുക്കളെ മാത്രമാണ് കൊന്നത്. പടച്ചോൻ എങ്ങനെയാ ബഹുദൈവ വിശ്വാസികൾ ശത്രുക്കളാകുന്നത്? മുസ്ലിങ്ങൾക്ക് എങ്ങനെയാ ബഹുദൈവ വിശ്വാസികൾ ശത്രുക്കളാകുന്നത്? എന്ത് ചെയ്തു നിങ്ങളോട്? രഞ്ജിത് ശ്രീനിവാസൻ പോപ്പുലർ ഫ്രണ്ടുകാരോട് എന്ത് ചെയ്തു? ജോസഫ് മാഷ് പോപ്പുലർ ഫ്രണ്ടുകാരോട് എന്ത് ചെയ്തു? അഭിമന്യു ക്യാമ്പസ് ഫ്രണ്ടുകാരോട് എന്ത് ചെയ്തു? കാരുണ്യം കൊണ്ട് തനിക്കിഷ്ടപ്പെട്ട രീതിയിലെല്ലാം എങ്ങനെയായിരിക്കണം മനുഷ്യൻ എന്ന് പടച്ചോൻ നിർവചിച്ചു. കൊല്ലുക, കൊല്ലപ്പെടുക, ഇതുമാത്രമാണ് പടച്ചവന്റെ എല്ലാ കാലത്തെയും തത്വം. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾക്കിത് കാരുണ്യമായിട്ട് തോന്നാം, വിരോധമില്ല. നിങ്ങൾക്കിതിനകത്ത് പ്രത്യേകിച്ച് സംശയാസ്പദമായിട്ടൊന്നും തോന്നാതിരിക്കാം, പ്രശ്നമില്ല. നമ്മളോട് ഇത് തന്നെ ഇങ്ങനെ വിശ്വസിക്കണം എന്ന് പറയല്ലേ. ജോസഫ് മാഷിന്റെ കൈയും കാലും